ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ അബ്സ്ട്രാക്ട് ഓൾജിബ്രയുടെ 4th ക്ലാസ് ആയി. അപ്പോൾ നമ്മുടെ ചാനൽ ഇനി ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ കമൻറ്റൊക്കെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് വരെയാണ്. ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് ഫൈനൈറ്റ്, ഇൻഫൈനൈറ്റ്, എബിലിയൻ, നോൺ എബിലിയൻ, സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് 3 ഡെഫിനിഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ 3 ഡെഫിനിഷനും കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ തിയറംസ് നമുക്ക് പെട്ടെന്ന് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സബ് ഗ്രൂപ്പ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സബ്സെറ്റ് എച്ച് ഓഫ് ജി ദാറ്റ് ഈസ് ഇറ്റ്സെൽഫ് എ ഗ്രൂപ്പ് അണ്ടർ ദി സെയിം ഓപ്പറേഷൻ. സെയിം ഓപ്പറേഷനിൽ ഇറ്റ്സെൽഫ് എ ഗ്രൂപ്പ് സബ്സെറ്റ് എച്ച് ഓഫ് ജിക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത്രയും നമ്മൾ പഠിച്ചു വയ്ക്കുക. അത് കഴിഞ്ഞ് ഹോമോമോർഫിസം എന്താണെന്ന് പഠിക്കുക. ഇതൊക്കെ നമ്മൾ BSc പഠിക്കുന്നതാണ്. എന്നാലും നമ്മൾ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കുക. ഹോമോമോർഫിസം എന്ന് പറയുമ്പോൾ എ ഫംഗ്ഷൻ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ദാറ്റ് പ്രിസർവ്സ് ദി ഗ്രൂപ്പ് ഓപ്പറേഷൻ. അപ്പോൾ ഒരു ഫംഗ്ഷനെ ഓപ്പറേഷൻ പ്രിസർവ് ചെയ്തുകൊണ്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന് ഹോമോമോർഫിസം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പിന്നെ ഐസോമോർഫിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബൈജക്റ്റീവ് ഹോമോമോർഫിസത്തിനെയാണ് നമ്മൾ ഹോമോമോർഫിസം എന്താണെന്ന് പഠിച്ചിട്ട് വേണം ഐസോമോർഫിസം എന്താണെന്ന് പഠിക്കാൻ. അപ്പോൾ ഒരു ബൈജക്റ്റീവ് ആയിട്ടുള്ള ഹോമോമോർഫിസത്തിനെയാണ് നമ്മൾ ഐസോമോർഫിസം എന്ന് പറയുന്നത്. ഈ 3 ഡെഫിനിഷൻസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ തിയറംസ് ആയിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.